മലബാർ ബിരിയാണി ഇഷ്ടമല്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മലബാർ ബിരിയാണി തന്നെയാണ് ഏറ്റവും ടേസ്റ്റ്. ഞാൻ ഇതുവരെ കഴിച്ച ബിരിയാണിയിൽ വെച്ച് ഏറ്റവും ടേസ്റ്റ് ഉള്ളത് മലബാർ ബിരിയാണി. അതും പ്രത്യേകിച്ച് മറ്റേ കോഴിക്കോട് അല്ലെങ്കിൽ കണ്ണൂർ തലശ്ശേരി ആ ദം ബിരിയാണി, അതാണ് ഏറ്റവും ടേസ്റ്റ്. മലപ്പുറം സൈഡിൽ നല്ല ബിരിയാണി കിട്ടുന്ന ഒരുപാട് സ്പോട്ടുകളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളൊരു ബിരിയാണി വീഡിയോ ആണ്. ഇത് നമ്മൾ ഒരു ദിവസം, അതായത് ഒരു സൺഡേ ആണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് ഇറങ്ങിയത്. കുറേ ഞങ്ങൾ അന്വേഷിച്ചു, എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എന്നൊരൊറ്റ കടകളുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ സ്ഥിരം സ്പോട്ടിലെത്തി. ഇത് തിരൂരുകാർക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. ഇവിടെ ഫ്രൈഡേ ബിരിയാണിയാണ് കിഡിലൻ. തിരൂർ ഇത് മാത്രമല്ല കേട്ടോ, അപ്പോൾ 1-2 എക്സ്ട്രാ സ്പോട്ടുകളും കൂടെ ഉണ്ട്. ഇവിടുത്തെ ദം ബിരിയാണി നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ബിരിയാണീൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഒരു കൈമ റൈസാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ചെന്ന അന്ന് ബിരിയാണി തീർന്നു പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ബിരിയാണി റൈസും ചിക്കൻ 65 ആണ് എടുത്തത്. ബിരിയാണി റൈസ് എന്ന് വെച്ചാൽ ചിക്കൻ മാത്രമല്ല, സെയിം റൈസ് തന്നെ, അതിൻ്റെ മസാല ഉണ്ടാവും. പിന്നെ ചിക്കൻ 65 സെപ്പറേറ്റ് മേടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ പാകത്തിന് മസാല, നമ്മൾ പറയില്ലേ സാധനങ്ങളെല്ലാം ഒരേപോലെ ചേരുമ്പോഴാണ് ആ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാവുകയെന്ന് പറയില്ലേ, അതുപോലെയായിരുന്നു ഇവിടുത്തെ ബിരിയാണിയല്ല, നെയ്ച്ചോറ്. അങ്ങനെ ആ റൈസും മറ്റേ കച്ചമ്പർ അല്ലെങ്കിൽ സലാഡ് എന്നാണ് ഞങ്ങൾ ഈ നാട്ടിലോട്ട് അതിന് പറയുന്നത് കേട്ടോ. കച്ചമ്പർ എന്നാണ് കല്യാണ വീടുകളിലൊക്കെ പൊതുവെ അതിന് പറയുക. സർലാസ് എന്നൊക്കെ പറയണവരുണ്ട് തോന്നുന്നു. അതും അച്ചാറും പപ്പടം പിന്നെ നമ്മൾ ചോദിച്ചു മേടിച്ചു. അതും ആ ചിക്കൻ 65 കൂടെ ഒരു കിടിലെന്ന് പറഞ്ഞാൽ കിടിലനായിരുന്നു. പക്ഷേ ബിരിയാണി കിട്ടാത്തൊരു വിഷമം ഞങ്ങളുടെ മുഖത്ത് ഉണ്ടായിരുന്നു. ലാസ്റ്റ് പിന്നെ ഇതിൻ്റെ കൂടെ ഞങ്ങൾ ഒരു മിൻറ്റ് ലൈമും വേറെ എന്തോ ഒരു ലൈമാണ് പറഞ്ഞത് ഞാൻ. പക്ഷെ ഒരു ലൈം ജ്യൂസ് അങ്ങനത്തെ സാധനങ്ങളുടെ ഒന്നും ഫാൻ അല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും കഴിച്ചില്ല കേട്ടോ, കുടിച്ചില്ല. അപ്പോൾ തിരൂരുള്ളവരെന്നല്ല, മലബാർ സൈഡിലോട്ട് അല്ലെങ്കിൽ തിരൂർ സൈഡിലോട്ട് വരുന്നവർക്ക് നല്ലൊരു ബിരിയാണി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ണും പൂട്ടി റെക്കമെൻഡ് ചെയ്യുന്നൊരു സ്പോട്ടാണിത്. അപ്പോൾ തിരൂർ നമ്മുടെ താഴെപ്പാലത്തുള്ള ഹോട്ടൽ സബ്ക്കയാണിത് കേട്ടോ. അപ്പോൾ തിരൂർ വരുന്നവർ എപ്പോഴെങ്കിലും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.